ഇടതു സ്ഥാനാർത്ഥി സരിൻ നമുക്കൊപ്പം ചേരുകയാണ്. തിരക്കിട്ട കുറെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചും സംഘർഷ കാലാവസ്ഥ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് മുതലേ ഒരു ശാന്തതയാണ്. ഇനിയുള്ള റൊട്ടീൻ എങ്ങനെയാണ്? ശബ്ദത്തിനുള്ള വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് 3 ആഴ്ചയും അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇന്നും നാളെയെങ്കിലും കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് 6:45 മുതൽ ഓരോരുത്തരായി ബൈറ്റിന് വേണ്ടി വരുന്നത്. മാധ്യമ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പ്രേക്ഷകരിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു വഴി കൂടിയായതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാനും സാധിക്കില്ല. വളരെ പ്രതീക്ഷയിലാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ കിട്ടിയ ഫീഡ്ബാക്ക് ബൂത്തുകളിലേക്ക് ഓടി എത്താൻ പറ്റിയതിൽ നിന്ന് അവർ ക്യൂ നിൽക്കുന്നവർ ഞാൻ വോട്ട് ചെയ്ത് വരുന്നവരെയാണ് കൂടുതൽ വിഷ് ചെയ്തത്. അവരുടെ മുഖഭാവത്ത് നിന്ന് റീഡ് ചെയ്യാൻ പറ്റുക. ഞാൻ വിഷ് ചെയ്യുമ്പോൾ അതിനോട് താല്പര്യമില്ലാതെ പോകുന്ന ഒരാളാണെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ചേടാ, ഈ മനുഷ്യൻ എന്താ ഇപ്പൊ വന്നിട്ട് വോട്ട് ചെയ്തൂലേ, ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ അല്ലേ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥത ഉത്തരം നൽകാനില്ലെങ്കിൽ ആ വോട്ട് ചെയ്തത് നമുക്കല്ല. പക്ഷേ പകുതി മനുഷ്യരുടെ മുഖത്ത് പ്രതീക്ഷയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. പകുതി മനുഷ്യർ പോലും ഇല്ലായിരുന്നു നമ്മളെ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനോട് ചിരിച്ചെങ്ങനെ ഒതുങ്ങി നിന്നവർ. അതിന്റെ അർത്ഥം പോൾ ചെയ്തതിൽ പകുതി വോട്ട് എന്തായാലും നമ്മളിലേക്ക് വരും എന്നാണ്. പകുതി വോട്ട് വന്നില്ലെങ്കിൽ പോലും കംഫർട്ടബിളായി ജയിക്കാനുള്ള വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് എവിടുന്ന് കുറഞ്ഞു, എങ്ങനെ കുറഞ്ഞു? ഇപ്പം 3 മുന്നണി നേതൃത്വങ്ങളും ഞങ്ങളുടെ വോട്ടുകൾ സേഫ് ആയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ ഈ പോളിംഗിന്റെ ഒരു കുറവ് ആശയക്കുഴപ്പത്തിലാക്കുന്നു? LDF അതൊരിക്കലും ആശയക്കുഴപ്പത്തിലാക്കില്ല. മാത്രമല്ല UDF-ഉം BJP-യും പോളിംഗ് കുറഞ്ഞതിന്റെ അപകടം 23-ാം തീയതി മനസ്സിലാക്കും. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് സ്വന്തം വോട്ട് അവനവനെ ലഭിക്കാതെ പോയത് എന്നുള്ള ആശ്ചര്യപ്പെടുത്തുന്ന വിലയിരുത്തലിലേക്ക് അവർ പോകേണ്ടി വരും. ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, LDF-ന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. പഴയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പാർലമെന്റിൽ പോലും 36,000 വോട്ടുണ്ട്. 35,000 വോട്ട് തൊട്ട് മുൻപേ ഉണ്ട്. അപ്പോൾ 4,000-ഓളം വോട്ടുകളിൽ വന്ന കുറവുണ്ടായിരുന്നു. അത് പക്ഷേ പോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളാണ്. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ, എന്റെ പേടി അവിടെയായിരുന്നു. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. കണ്ണാടിയിൽ മാത്രമല്ല, നമ്മളത് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. ഏതെങ്കിലും അമ്മമാർ തിരിച്ചു വന്ന് ചിഹ്നം കണ്ടില്ല, ഞാനതുകൊണ്ട് ചെയ്യാതെ വന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയോ ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു ആൾ പോലും ഇല്ല. സ്വതന്ത്ര ചിഹ്നമായതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്ന പോലെ പാർട്ടി ചിഹ്നമല്ലാത്തതിന്റെ ചെറിയ നഷ്ടം ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറം ഒരു നേട്ടമുണ്ടാവാനുള്ള സാധ്യതയില്ലേ? ഒരു നിഷ്പക്ഷ വോട്ടുകളെ കൂടുതൽ സ്വാധീനിക്കാനുള്ള സാധ്യത. നിഷ്പക്ഷ വോട്ടുകളെ മാത്രമല്ല, നിസ്സംഗത പുലർത്തി വീട്ടിലുണ്ടായിരുന്നിട്ടും വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള നഗരസ്വഭാവത്തിന്റെ ഒരു പ്രവണതയുണ്ട്. സ്വന്തം കാര്യത്തിൽ വ്യാപൃതരാവുന്നതുകൊണ്ടാണ് എന്തിനാ വോട്ട് ചെയ്യാൻ പോണേ. ഈ ചോദ്യത്തിൽ നിസ്സംഗത പുലർത്തിയിരുന്നവർ, നിഷ്പക്ഷത പുലർത്തിയിരുന്നവർ മാത്രമല്ല നിസ്സംഗത പുലർത്തിയിരുന്നവർ ഇന്നലെ വോട്ടിന് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 പാർലമെന്റിലും 2 നിയമസഭയിലും ആ പേരിന് നേരെ ടിക്കിടാനുള്ള ഭാഗ്യം ഏജന്റുമാർക്ക്, പോളിംഗ് ഏജന്റുമാർക്ക് ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല ഈ വോട്ട് എവിടേക്കാണെന്ന്. പക്ഷെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ വരാത്തവർ ഇത്തവണ വന്നിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവരാരെയോ ജയിപ്പിക്കണം, എന്തിനോ വേണ്ടി വോട്ട് ചെയ്യണം, ഒരു ശരിയുടെ കൂടെ നിൽക്കണം. ആ നിസ്സംഗ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും സ്വതന്ത്ര ചിഹ്നത്തിൽ വളരെയേറെ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഒരു കാര്യം കൂടി, ഇന്നലെ കെ സുരേന്ദ്രൻ വൈകിട്ടിട്ട പോസ്റ്റിൽ BJP-യുടെ വിജയം അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം. ഒപ്പം 2ാം സ്ഥാനത്ത് താങ്കൾ എത്തുമെന്നാണ് പ്രവചനം. എന്താണ് BJP താങ്കളുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായി എന്ന് അവർ അംഗീകരിക്കുകയാണ്? അവര് ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നവരാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി, അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ അറിയും എന്താണ് പൾസ് എന്നുള്ളത്. ആ പ്രവർത്തകരുടെ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയായി CPM-ഉം LDF എന്നുള്ള മുന്നണിയും മറ്റൊരു പാർട്ടിയായി BJP-യും NDA എന്നുള്ളതും ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. അപ്പോൾ ഒരു കേഡർ പാർട്ടിയിലേക്ക് വരുന്ന വോട്ടുകളും അതിൽ വരുത്തുന്ന ആരവവും മനസ്സിലാക്കാൻ, രണ്ടുപേരും കൂടി കളിയാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആ വോട്ട് എവിടെ പോയി എന്നുള്ളത്. അതവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവരെ അസസ്മെന്റ് വളരെ കൃത്യമായി അവരുടെ നേതൃത്വത്തെ അറിയിച്ചു. അതുകൊണ്ടായിരിക്കാം BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് ആ റിപ്പോർട്ട് കിട്ടുന്നത്. ഗ്രൗണ്ടിലുള്ള പൾസ് പിക്ക് ചെയ്യാൻ BJP-ക്ക് പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയിൽ സ്വന്തം വോട്ട് ചോർന്നതാണെങ്കിൽ പോലും അവർ അസസ്മെന്റ് കൃത്യമായി മനസ്സിലാക്കി. എന്ത് വോട്ട് നമുക്ക് കിട്ടാത്തത് പോയിരിക്കുന്നത് കോൺഗ്രസിനല്ല,
അത് LDF-ലാണ് എന്നുള്ളത്. അത് നമ്മുടെ വിജയത്തിന് ശുഭപ്രതീക്ഷ ഏൽക്കുന്ന ഒരു തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ എന്ന് പറയുമല്ലോ, ഒരു മൂന്നാമതൊരാൾ തരുന്ന വെരിഫിക്കേഷനാണത്. അത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഉൾക്കൊണ്ട കാര്യമാണ്. നമുക്കാണ് വോട്ടർമാരിലെ ട്രെൻഡ് അനുകൂലം എന്നുള്ളത്. അത് BJP-യുടെ പ്രതീക്ഷയെ മറികടന്ന് അവരെ പോലും നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിലാകുമെന്നുള്ള ഒരു നിരാശ മാത്രം BJP പ്രവർത്തകർക്ക് 23-ാം തീയതി സമ്മാനിക്കും. ഒരു കാര്യം കൂടി, ഈ പാലക്കാട് എല്ലാ തവണയും വോട്ട് കച്ചവട ആക്ഷേപങ്ങൾ ഉയരാറുള്ളതാണ്. പലപ്പോഴും അത് ഈ ത്രികോണ പോരാട്ടമായതുകൊണ്ട് തന്നെ ഒരു മുന്നണി മറ്റൊരാൾക്ക് വോട്ട് മറിക്കുകയാണുള്ളത്. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സാധ്യത, ഒരു ആരോപണമായിട്ടെങ്കിലും നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്? അതെ, ഇത്തവണ അത്ര ഒരു ആരോപണം എനിക്കുണ്ട്. UDF LDF-ന് അനുകൂലമായി വോട്ട് മറിച്ചിട്ടുണ്ട്. ഞാനത് അങ്ങനെ തന്നെ പറയുന്നു. അതിലെ കൗതുകോ കുസൃതിയോ ഒക്കെ വേണമെങ്കിൽ നിലനിർത്താം, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യാം. UDF വോട്ടുകൾ LDF-ലേക്ക് മറിഞ്ഞു. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. UDF വോട്ടുകൾ LDF-ലേക്ക് കൂട്ടം കൂട്ടമായി പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും ഒരു സംശയവുമില്ലാതെ ഞാൻ പറയുന്നു. മാത്തൂരിലും പഞ്ചായത്തിലും രാഷ്ട്രീയ വോട്ടുകളുടെ എഡ്ജ്, അഭൂതപൂർവമായ എഡ്ജുള്ള സ്ഥലങ്ങളാണ്. അവിടെയും കോൺഗ്രസ് വോട്ടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് വോട്ടുകൾ, മാത്തൂരിലെയും കണ്ണാടിയിലെയും കോൺഗ്രസ് വോട്ടുകൾ, പിരായിരിയിലെയും മുനിസിപ്പാലിറ്റിയിലും വരുമ്പോൾ ഞാൻ UDF എന്നുള്ള പ്രയോഗവും, കണ്ണാടിയിലും മാത്തൂരിലും വരുമ്പോൾ ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കൂട്ടമായി LDF-ലേക്ക് മറിഞ്ഞു എന്നുള്ള സത്യം 23-ാം തീയതി വെളിപ്പെടും. അത് അതിന് കാരണമായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ഒരു എതിർപ്പ് എന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? പ്രവർത്തകരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥി, പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിത്വം, ഇത് രണ്ടും ചേർന്ന് 5 ആഴ്ചയോളം അവര് കടിച്ചു പിടിച്ചു നിന്നു. അതിനൊരു റിലാക്സേഷൻ വന്നത് വോട്ടിംഗ് ദിവസമാണ്. മാത്രമല്ല, നോക്കുന്ന സമയത്ത് ആ പോളിംഗ് ബാലറ്റ് യൂണിറ്റിൽ എങ്ങനെയായിരുന്നു, അതായത് EVM യൂണിറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറെ വേക്കന്റ് കോളുണ്ട്. അപ്പൊ അതായത് ഒരു 20 പേരുടെ പേര് എഴുതാനുള്ള ഒരു കോളമായിട്ടാണ് അതിങ്ങനെ നിൽക്കുന്നതെന്ന് കൂട്ടുക. ഒത്ത നടുക്ക് നേരെ പോയി കാണുന്നത് ഏതാറിയോ? 9. 1-നും 2-നും മുകളിലേക്ക് പോകണം. താഴെ വേക്കന്റ് കോളവും. ഒരു മനുഷ്യൻ അതിലേക്ക് പോയി ആദ്യം നോക്കിയാൽ കാണുന്നത് 9ാമത്തെ പേരും ചിഹ്നമായിരുന്നു. ഇന്നലെ ഞാൻ പോലും ഞെട്ടിപ്പോവാണ്. ഞങ്ങൾ വളരെ പേടിച്ചിരുന്നതാ, ആളുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി വരുമ്പോ 9ലേക്ക് എത്തുമെന്ന്. ഇത് ആദ്യമേ എത്തുന്നത് 9ലാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംശയം, അതായത് 1ഉം 2ഉം തഴഞ്ഞു വേണമല്ലോ 9 തെരഞ്ഞെടുക്കാൻ എന്ന് ആണ് ഞങ്ങൾ ഈ പറയുന്ന മറിയുന്ന വോട്ടുകളിൽ ഞങ്ങൾക്കുണ്ടായൊരു സങ്കടം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലല്ല നമ്മുടെ ആളുകൾ തന്നെ ചെയ്യണമെന്ന് തോന്നും. ഇതങ്ങനെയല്ല, നേരെ പോയി കണ്ടാൽ തന്നെ 9 കാണുന്നത്, നേരെ ചെയ്തു വന്നവരവരെല്ലാം. അതുകൊണ്ട് തന്നെ BJP-യുടെ വോട്ടുകളും UDF-ന്റെ വോട്ടുകളും കൃത്യമായി LDF-ലേക്ക് മറിഞ്ഞ തെരഞ്ഞെടുപ്പാണിത് എന്നുള്ളത് ഞാൻ ഒരേ സമയം പറയാണ്. 2 വോട്ടുകളും LDF-ലേക്ക് മറിഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. ഒരു കാര്യം കൂടി, അവസാന ചോദ്യം, താങ്കൾ കടുത്ത രാഷ്ട്രീയ തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് സ്വീകരിച്ച് കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി 3 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്, സസ്പെൻസ് പൂർണ്ണമാവുകയാണ്. ആ ഫലം എന്ത് തന്നെയായാലും താങ്കൾ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയത്തിനൊപ്പം നിലയുറപ്പിച്ച് തലയുറപ്പിച്ച് തന്നെ മുന്നോട്ടുണ്ടാവും. അതിലെന്താണ് ഇത്ര സംശയം? ഈ ചോദ്യങ്ങളിലാണ്, മുൻകാല ശീലങ്ങൾ വെച്ചായിരിക്കാം ഈ ചോദ്യങ്ങൾ വരുന്നത്. ഞാനെടുത്തതൊരു രാഷ്ട്രീയ നിലപാടാണ്, അതിന്റെ തുടർച്ചയാണ് ഉണ്ടാകേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ അല്ലല്ലോ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയ്ക്ക്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തുടർച്ച എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ ബലമാണ്. ആ ബലം ഒരു ഫ്രഷ്നസോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന മുഖങ്ങളിൽ ഒരാളായി പാർട്ടി നമ്മളെ പരിഗണിച്ചതുകൊണ്ടാണ് വന്ന ഉടനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ആദ്യം വരികയാണ് ചെയ്തത്, പിന്നെയാണ് സ്ഥാനാർത്ഥി. വന്ന എന്നെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും പരിഗണിക്കേണ്ടത് എന്നുള്ളതും, പരിഗണന എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ തന്ന് നമുക്ക് നിറവേറ്റാനുള്ള കടമകൾ തന്ന് പരിഗണിക്കേണ്ടത് എന്നും ഇടതുപക്ഷം കൃത്യമായി അതിനൊരു പദ്ധതി ഉണ്ടാകും. അത് ഞാൻ നിറവേറ്റുകയും ചെയ്യും. താങ്ക് യു. എന്തായാലും തികഞ്ഞ കോൺഫിഡൻസ് ആണ്. UDF വോട്ടുകൾ BJP വോട്ടുകൾ അടക്കം തനിക്ക് അനുകൂലമായി മാറി എന്നതാണ് സരിൻ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനവും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം TG സജിത്, ന്യൂസ് 18.